ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കുവാനും ദൈവത്തിൽ നിന്ന് പഠിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവുമായി രൂപാന്തരപ്പെടുവാൻ നാം പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സഹകരിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്തുതി സ്തോത്രം നിങ്ങളും അർപ്പിക്കുമ്പോൾ ഈ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്കും ലഭിക്കും എന്ന് എൻ്റെ വിശ്വാസമാണ്. അത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുമാറാകട്ടെ. ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതായ ആ വിഷയം. അത് ബൈബിളിൽ അത് പറയുന്നുണ്ട്. അത് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഈ പാർട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതുപോലെ തന്നെ ഇനിയും ഈ ദൈവവചനം കേൾപ്പിക്കണം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? അതിന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിച്ചാൽ മറുപടി അയക്കേണ്ടതാണെങ്കിൽ ഞാനും മറുപടി അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ തന്നിരുന്നാൽ വിളിച്ച് പറയാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുവാൻ ഇടയായിത്തീരും. അല്ലാതെ ഏകപക്ഷീയമായി ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എന്ന് ചിന്തിക്കാതെ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള വിശ്വാസവും കഴിഞ്ഞ നാളുകളിൽ ദൈവം കേട്ടതുകൊണ്ടുള്ളതായ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കങ്ങനെ സംഭവിക്കും എന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. കർത്താവ് പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സുവിശേഷം ലോകത്തെല്ലായിടത്തും അറിയിപ്പിൻ, മുടന്തരെ നടക്കുമാറാക്കുവിൻ, ചെകിടരെ കേൾക്കുമാറാക്കുവിൻ. വാസ്തവത്തിൽ അത് നാം വിശ്വസിക്കുകയും എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും വിവിധ നിലകളിലെ ആശ്വാസം ലഭിക്കുവാനിടയായിത്തീരുന്നു. നാം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ചൊല്ലി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വേദഭാഗം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ഹൃദയം ഒരുക്കപ്പെടട്ടെ. ദൈവമേ, നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ ഈ വചനം ആയിരിക്കാൻ കൃപ ചെയ്യേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ദുഷ്ടനായ സാത്താൻ ആരുടെയും ഹൃദയങ്ങളിൽ നിന്ന് അത് പറക്കിക്കൊണ്ടുപോകുവാൻ ഇടവരരുതേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ ആവശ്യങ്ങൾ കൂടുതലും ഇന്ന് രോഗികളായിരിക്കുന്ന ആളുകളെയാണ് കാണുവാൻ കഴിയുന്നത്. ഈ 20-21 നൂറ്റാണ്ടുകളിൽ കർത്താവേ, രോഗികളുടെ ഒരു കൂമ്പാരം തന്നെ ഞങ്ങൾ കാണുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവേ, വചനത്തിലൂടെയുള്ള വിടുതൽ നടക്കുവാൻ, പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സാത്താന്യ ശക്തി ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അങ്ങനെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, വിശേഷിച്ചും വാർദ്ധക്യദശയിലായിരിക്കുന്ന ആശുപത്രികളിലും വഴിയമ്പലങ്ങളിലും വീടുകളിലുമായിരുന്നു കരയുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് യാചിക്കുന്നു. ദൈവമേ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ആയിരിക്കുന്നവർ, സ്വദേശത്തായിരിക്കുന്നവർ, ദൂരസ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, കരയുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പകരുമാറാകണമേ എന്ന് ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ അടിയൻ അപേക്ഷിക്കുന്നു. കർത്താവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് ആ ദൈവമേ സ്തോത്രം കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ കൃപകളും കൃപാവരങ്ങളും ജ്വലിച്ച് പ്രകാശിക്കട്ടെ. കർത്താവേ, യുദ്ധങ്ങൾ നിർത്തലാക്കപ്പെടട്ടെ. രാജ്യങ്ങൾ സമാധാനമായിരിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവമേ ജെറുസലേം പണിയപ്പെടട്ടെ. കർത്താവേ, വചനം എല്ലായിടത്തും എത്തപ്പെടട്ടെ. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ഉണർവിനായി, കേൾക്കുന്ന ഉണർവിൻ്റെ ശബ്ദങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ആ ദൈവദാസന്മാരെ പ്രത്യേകം ബലപ്പെടുത്തി സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കടഭാരങ്ങളിലായിരുന്ന് നിലവിളിക്കുന്നവർ, ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ ദുഷ്ടശക്തികളും മാറി അവർ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ദുഷ്ടൻ്റെ ക്രിയകൾ തകർന്നു പോകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങൾ ദൈവീക സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലും ആ ദൈവിക സ്വഭാവം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ. വേദപുസ്തകത്തിൽ ദൈവിക സ്വഭാവത്തെക്കുറിച്ചും പൈശാചികമായ പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ദൈവിക സ്വഭാവമുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം നാം തിരഞ്ഞെടുക്കുകയും അതിലൂടെ വളർച്ച പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം നാം വായിച്ചു 6-ാം അധ്യായത്തിൽ. അവിടെ ദൈവിക സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ,
ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത്രയും സ്വഭാവങ്ങൾ ദൈവിക സ്വഭാവങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇനി ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് തുടർന്ന് വായിക്കുന്നത് പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്ന് വെളിവാകുന്നു. യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ്റെ സ്വഭാവം നല്ലതായിരിക്കണമെന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇവ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളായി, അതായത് പിശാച് മനുഷ്യൻ്റെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവങ്ങളായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ ദൈവം സന്തോഷിക്കുന്നു. സ്നേഹമാണ് ഒന്നാമത്തേതായി പറയപ്പെടുന്നത്. സ്നേഹം ഉള്ള മനുഷ്യനെപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്ന ഒരു സഹോദരൻ വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഭാരം അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം ഒരു മേസ്തിരി പണിക്കാരനാണ്. അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരുന്ന 2-ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് അതിൻ്റെ കൂടെ ഒരു വലിയ 6 ഇഞ്ചിൻ്റെ കല്ലും അദ്ദേഹത്തിൻ്റെ കാലിലൂടെ വീണ് കാലിലെ എല്ല്, പടംകാലിലെ എല്ല് തവിട് പൊടി പോലെ ആയിപ്പോയി. വാരി കൂട്ടിയെടുക്കുന്ന ഒരനുഭവത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഡൈവേഴ്സായി. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു, ഇതിനെല്ലാം ശരിയാക്കുവാൻ ദൈവത്തിന് കഴിയും, ഇത് ഒരവസാനമല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും എല്ലാം ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതേ ദൈവമക്കളെ 2.5 വർഷമായപ്പോൾ ആ മനുഷ്യൻ്റെ കാല് ഊറിക്കിട്ടി. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് വീണ്ടും പണിക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇത്രയും സുഖം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെപ്പോലെയുള്ള പലരും ഒരു കിടക്കയിലായിരിക്കുമ്പോൾ ഞാനിപ്പോഴും നടക്കുന്നു, ജോലി ചെയ്യുന്നു, എന്നെ ദൈവം വിടുവിച്ചു എന്നാണ്. ഇതാണ് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, നിർവ്യാജ സ്നേഹം, കപട സ്നേഹം, ഇങ്ങനെ സ്നേഹവും തന്നെ പലതുണ്ട്. ഇന്ന് കപട സ്നേഹമാണ് അധികം. ഇവിടെ പാറശാലയിൽ ഒരു കുട്ടി, രേഷ്മ എന്ന് പറയുന്ന കുട്ടി, ഷാരൂൺ എന്ന് പറയുന്ന പയ്യനെ ഉപായരൂപേണ വഞ്ചിച്ച്, അതിപ്പോൾ ഉള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് കപട സ്നേഹം, വ്യാജ സ്നേഹം, നിർവ്യാജ സ്നേഹം. കൂട്ടുകാർക്ക്
തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം ഉള്ള സ്നേഹം ആർക്കുമില്ല. ജീവൻ കൊടുത്തായാലും സ്നേഹിക്കുന്നവരുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എങ്കിലും 90% കപട സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അത് തിരിച്ചറിയുക. ഒരു സമയത്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ച നല്ലൊരു ശതമാനം പേരും പിന്നെ ഡൈവേഴ്സായിത്തീരുന്നത് കാണുന്നു. സിനിമാക്കാരായാലും മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെയും 2-3 എണ്ണത്തിനെ കല്യാണം കഴിക്കുന്ന ആണും പെണ്ണും ഒക്കെ ധാരാളമായിട്ട് ഉണ്ട്. അവർക്ക് സന്തോഷം ഉണ്ടാകാറില്ല. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. സ്നേഹം എല്ലാറ്റിനും മൂലകാരണമാണ്. സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുമ്പോൾ സ്നേഹമില്ലാത്ത ഒരു കുടുംബത്തിലും സമാധാനമോ സന്തോഷമോ ആശ്വാസമോ ഒന്നും ഉണ്ടാകാറില്ല. അവിടെ എന്നും വഴക്കും തല്ലും ചീത്ത പറച്ചിലും ഒക്കെ തന്നെ പരസ്പരം ഭാര്യയും ഭർത്താവിനെയും തിരിച്ച് പറയേണ്ടതില്ല. ഇത് ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പോൾ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ സമാധാനം ഉണ്ടായി വരികയുള്ളൂ. നമുക്ക് സമാധാനം ആരും തരുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവൻ്റെ കുഴപ്പമാണ്. ഒരിടവും സമാധാനമില്ല. വീട്ടിൽ സമാധാനമില്ല, ഓഫീസിൽ സമാധാനമില്ല, ബന്ധുക്കളുടെ ഇടയിൽ സമാധാനമില്ല. എവിടെ ചെന്നാലും അവൻ പറയും, അല്ലെങ്കിൽ അവൾ പറയും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കൊരു സമാധാനവുമില്ല. ഇത് നിശ്ചയമായും അവനെ തന്നെ അവൻ നോക്കേണ്ട, അല്ലെങ്കിൽ അവളെ തന്നെ അവൾ നോക്കേണ്ട കാര്യമാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിനുപരി ആരെയും ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിലുപരി ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. ഞാൻ സ്നേഹിച്ചാൽ സ്നേഹം എനിക്ക് കിട്ടും. അല്ലാതെ അവരെന്നെ സ്നേഹിച്ചോട്ടെ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ ദീർഘക്ഷമ. കർത്താവ് പറഞ്ഞ 70 വട്ടം ക്ഷമിക്കുക. നമ്മൾ ക്ഷമിച്ചെന്ന് പറഞ്ഞ ഒരു ദോഷവും വരാനില്ല. ആ ക്ഷമ കൊണ്ട് നമുക്ക് നേട്ടമേ ഉണ്ടാകുകയുള്ളൂ, കോട്ടമൊന്നും ഉണ്ടാകുകയില്ല എന്ന് സത്യമാണ്. ദയ, മറ്റുള്ളവരോട് ദയ കാണിക്കണം. ഈ ദയ എന്ന് പറയുമ്പോൾ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു അവരോട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അയ്യോ അവരിങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, ദൈവമേ അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതും ഒരു ദൈവിക സ്വഭാവമാണ്. ദയയുള്ളവരായിരിക്കണം. ചില വീട്ടിലെ പട്ടിയെ വളർത്തുന്നത് അവിടെ ആരെങ്കിലും ഭിക്ഷയാചിക്കാൻ വരുന്നവരെ വിരട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരങ്ങ് പോകും. പിന്നെ കോട്ടമതിലുകളുണ്ടാക്കി
അത് ഒരു സുരക്ഷിതമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് ദയയിൽപ്പെട്ട കാര്യങ്ങളല്ല. ചില ആളുകൾ വീട്ടിലായാലും എവിടെയായാലും ഇവനൊന്നും വേറെ ജോലിയില്ലേ, ഇവന് കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ആക്ഷേപിക്കാതിരിക്കാമല്ലോ, ഒന്ന് ആക്ഷേപിക്കാതിരിക്കാം. ഒരു 10 രൂപ അവൻ വന്ന് ചോദിക്കുമ്പോൾ നമുക്കുണ്ടെങ്കിൽ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. പക്ഷേ അവനോട് ദയ കാണിക്കണം, അവനെ ആക്ഷേപിക്കരുത്. കൈ നീട്ടുന്നവൻ്റെ കൈയെ വെട്ടിക്കളയരുത്. പ്രിയ ദൈവമക്കളെ, ആ ദയയുടെ അനുഭവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്കും ദയ എവിടെ നിന്നെങ്കിലും ലഭിച്ചെന്ന് വരാം. ഇപ്പോൾ രക്തം ദാനം ചെയ്യുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറച്ച് രക്തം നമുക്കുണ്ടെങ്കിൽ ഒരല്പം മറ്റുള്ളവർക്ക് കൊടുക്കാം. രക്തം ജീവനാണ്. ജീവൻ്റെ ഒരു ഓഹരിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അടുത്തത് ബൈബിൾ പറയുന്നത് പരോപകാരം. പരന് ഉപകാരം ചെയ്യുക, ദയ കാണിക്കുക. ഇത് ഒരു വലിയ കാര്യമാണ്. കഴിഞ്ഞൊരു ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഒരു 15-20 ദിവസത്തേക്ക് മുമ്പ് ഒരു അമ്മ വീട്ടിലോട്ട് വന്നിരുന്നു. പറഞ്ഞു, മകള് റഷ്യയിൽ പഠിക്കുന്നു, എന്നെ ഫീസ് കൊടുക്കാനിപ്പോൾ നിവൃത്തിയില്ല, ബാങ്കുകാരിൽ ഫീസ് ലോൺ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ബാങ്കുകാരും ലോൺ തരുന്നില്ല. ഞാനിപ്പോൾ വളരെ കഷ്ടതയിലായി. അവളെ ഉണ്ടായിരുന്നത് വിറ്റും മറ്റുമൊക്കെ റഷ്യയിൽ അയച്ചു. ഇപ്പോൾ 5 കൊല്ലം പഠിച്ചു, ഇനിയും 2 കൊല്ലം കൂടെ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഞാനെന്ത് ചെയ്യും? ആ കുട്ടി നല്ല പഠിച്ചു, എല്ലാ വിഷയത്തിനും മാർക്ക് വാങ്ങിച്ചു, ഒരു വിഷയവും തോറ്റില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ വിഷയം അറിഞ്ഞതായ ഒരു മനുഷ്യൻ തിരുവനന്തപുരത്തിന് അടുത്ത് മൺവിള എന്ന് പറയുന്ന അവിടെ എങ്ങനെയോ കണ്ടുമുട്ടുവാനിടയായി. കാട്ടാക്കടയുള്ളതായ നെടുമങ്ങാടിനടുത്തുള്ളതായ ഒരു സഹോദരൻ ഈ വാർത്ത അറിഞ്ഞ്, ഇദ്ദേഹം ISROയിൽ പണിയുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തോട് അറിയിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ആ കുട്ടിക്ക് 50,000 രൂപ അയച്ചു കൊടുത്തു. ആ സഹോദരനോട് പേര് പോലും ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ഈ പരോപകാരം എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ സഹോദരൻ ആരാണ് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരൻ്റെ ചുമതല. അപ്പോൾ ഈ മൺവിള എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്. എന്നാലും ഇതറിഞ്ഞ ഉടനെ ഈ കുട്ടിക്ക് പരീക്ഷ 19-ആം തീയതിയായിരുന്നു. പരീക്ഷ എഴുതാൻ നിവൃത്തിയില്ലാതെ ഒരു ദിവസത്തിന് മുമ്പ്
ആ പൈസ അടയ്ക്കാനിടയായതുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ച ആ സഹോദരൻ, നല്ല സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് പോലും വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടാത്ത സഹോദരൻ, ഒരു ഉപകാരം ചെയ്തപ്പോൾ അത് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വളരെ പ്രയോജനപ്പെട്ടു. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഈ ലോകത്തിൽ ഒരുപാട് ഉള്ളവരോ ഇല്ലാത്തവരോ ആയവരായാലും സഹായിക്കുന്നത് ചിലരുടെ ദൈവം അവർക്ക് കൊടുത്ത കൃപയാണ്. ചിലർക്ക് 10 കിട്ടുകൾ 100 മതിയെന്നും 100 അത് സഹസ്രം മതിയെന്നും, ഇങ്ങനെ ആശയാലുള്ള വാശമതിന്ന് വേർവിടാതെ കരേരെന്ന് മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരന്നിരുന്നാൽ ഒരല്പമാത്രം കൊട ചില ദുഷ്ടന്മാർ. ഞാൻ പറഞ്ഞതുപോലെ പട്ടിയെ വളർത്തിയും ഒരല്പം ചോദിക്കുന്നവനെ ആക്ഷേപിച്ചും പോകുന്നതല്ല ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്. സൗമ്യത, ചാടിക്കയറി ഒന്നും പറയാതെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ, ബൈബിൾ പിന്നെയും പറയുന്നത് ഇന്ദ്രിയ ജയം. അത് ഒരു അപാര സംഭവമാണ്. മറ്റാർക്കും സഹായമില്ല. അതേ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് അടക്കാൻ കഴിയും. കൊലപാതകം, മോഷണം, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. തല ചിന്തിക്കുന്നു, കണ്ണ് കാണുന്നു, കണ്ണുകൊണ്ട് നോക്കുന്നു. ജഡമോഹം, കന്മോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതാണല്ലോ ഇന്ന് ആണിനെയും പെണ്ണിനെയും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഏതെങ്കിലും തോട്ടത്തിൽ നടന്നതായ സംഭവം അതേ സംഭവം തന്നെ. കാണാൻ കൊള്ളാമെന്ന് ചിന്തിച്ചു, അതിനെ പൊളിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് പുഴുക്കളിരിക്കുന്നത് കാണുന്നത്. തിന്മാൻ കൊള്ളാമെന്ന് ചിന്തിച്ചു, കരിമ്പെന്ന് ചിന്തിച്ചു, കടിച്ചു നോക്കിയപ്പോൾ അത് ചുട്ടുപഴുപ്പിച്ച കാരിരുമ്പായി. ജീവനത്തിൻ്റെ പ്രതാപം വളരെ, ഇത് കിട്ടിയാൽ നല്ല പൈസയൊക്കെ കിട്ടും, നല്ല സ്വർണമൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന ദുഷ്ടമനുഷ്യനും ഉള്ള ലോകത്താണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ദൈവിക സ്വഭാവം ഇതൊന്നും അനുവദിക്കുന്നില്ല പ്രിയ ദൈവമക്കളെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഉള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുന്നു. ഇനി ജഡത്തിൻ്റെ പിശാചിൻ്റെ സ്വഭാവം ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, ആഭിചാരം, ശാഠ്യം, ഭിന്നത, അസൂയ, മദ്യപാനം. ഇവിടെ ഇതിനെക്കുറിച്ച് വിവരിക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ തന്നെ ഒരു ഭിന്നത. 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും അപ്പനും അമ്മയും വെള്ളം കുടിക്കാതെ ഉണ്ടാക്കി വെച്ചതിന് വേണ്ടിയാണ് അടി. 10 ഏക്കറുള്ളവനായാലും 10 സെൻറ്റുള്ളവനായാലും വസ്തുവിനും പണത്തിനും വേണ്ടി അമ്മയെ കൊല്ലുക,
അപ്പനെ അടിച്ച് പുറത്താക്കുക. നമ്മൾ നിത്യം കാണുന്നതായ സ്വഭാവം ഇത് പിശാചിൻ്റെതാണ്. പ്രിയ ദൈവമക്കളെ, ഈ പൈശാചിക സ്വഭാവത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം പറയുന്നു. ദുർചിന്ത, ചിന്തയെല്ലാം ദുഷ്ടത നിറഞ്ഞത്, മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ളതാണ് ചിന്ത. വ്യഭിചാരം ഞാൻ പറയുന്നില്ല. പരസംഗം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, മന്ത്രവാദം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. വിടക്കുകണ്ണ്, അടുത്തൊരു വീട് വയ്ക്കുമ്പോൾ ഓ വലിയ വീട് എന്ന് ചിന്തിക്കുന്ന കണ്ണ്. പിന്നെ ദൂഷണം പറയുക. ഒരു ദിവസം ഒരു ദൂഷണമെങ്കിലും പറയാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ചിലരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ചിലർക്ക് ഒരു നന്മയെങ്കിലും ചെയ്യണമെന്ന് ദൈവിക സ്വഭാവം ചെയ്യുമ്പോൾ പിശാചിൻ്റെ സ്വഭാവം പറയുന്നത് ഒരു ദിവസം ഒരു ദുഷ്ടതയെങ്കിലും ചെയ്യാതെ അവർക്ക് ഉറക്കം വരുന്നില്ല. പിശാച് അവരുടെ ഉള്ളിൽ കയറി അവരെ നശിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവിക സ്വഭാവമുള്ളവരായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഈ പ്രായമുള്ള സമയത്ത് എനിക്കതൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.